സിവിൽ സർവീസ് വിഭാഗം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രതിയല്ല ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരാളുടെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ പബ്ലിക് ഡൊമൈൻസിൽ സോഷ്യൽ മീഡിയ സെർച്ച് എഞ്ചിൻസിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരാൾ ഈ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് അടക്കം എല്ലാം സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഇയാൾ ഒരു പ്ലീ ചെയ്തിട്ടുള്ളത്, പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത് ഡൽഹി ഹൈക്കോടതിയിൽ. കോടതി ഇതിനെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് ഇയാളെ ശിക്ഷിക്കാനുള്ള അധികാരം കോടതികൾക്ക്, അതായത് ജുഡീഷ്യറിക്ക് മാത്രമേ ഉള്ളൂ. അത് ഓൾറെഡി കഴിഞ്ഞു, അയാൾ ശിക്ഷ കഴിഞ്ഞു, അയാൾ ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങി. അതിനുശേഷം പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി. അതിനോടൊപ്പം തന്നെ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമാണ് ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു പ്രൈവസി. അതിലെന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ടു ഫോർഗട്ടൺ എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിക് ഡൊമൈൻസിൽ ഉണ്ടെങ്കിൽ അതിന്റെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇറൈസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പബ്ലിക് ഡൊമൈൻസിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇയാളുടെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഇറൈസ് ചെയ്യാം. പക്ഷേ ജഡ്ജ്മെന്റ് കളയാൻ പറ്റില്ല. ജഡ്ജ്മെന്റ് ഫർദർ റെഫറൻസിനൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ജഡ്ജ്മെന്റ്സിലുള്ള ഇയാളുടെ പേഴ്സണൽ ഡാറ്റാസ് എന്തൊക്കെ അതിലുള്ള അതും ഇറൈസ് ചെയ്യാമെന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മീ.